എല്ലാ അന്ധന്റെയും അണകോണന്റെയും ലിസ്റ്റിലല്ല മുഹമ്മദ് നബി ഉള്ളത്. മുഹമ്മദ് നബി ലോകത്തിലെ മുഴുവൻ നേതാക്കന്മാരിലും വ്യത്യസ്തനാണ്. ലോകത്തിലെ മുഴുവൻ നേതാക്കന്മാരെ ഓർക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് അവരെ ഫോട്ടോ, അല്ലെങ്കിൽ അവരുടെ പേരിൽ റോഡ് വേണം, അല്ലെങ്കിൽ സ്കൂൾ വേണം. പക്ഷേ മുഹമ്മദ് നബി അങ്ങനെ ഓർക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു മനുഷ്യന്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ ഓർക്കുന്നത് നമ്മുടെ നബിനെ തന്നെ. നമ്മളെ പേരുകളാണ് നബിയുടെ പേരിലാണ്. നമ്മുടെ സഹാബികളുടെ ചരിത്രം പഠിക്കുമ്പോഴും നമ്മൾ പഠിക്കുന്ന നബിന്റെ ചരിത്രമാണ്. അപ്പൊ നബിക്ക് സത്യത്തിൽ ഒരു ജന്മദിനത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചതാണ് നമുക്ക് സംഭവിച്ചത്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ കാണാം, വേൾഡ് ബുക്കിൽ കാണാം, ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട പുസ്തകങ്ങളിൽ കാണാം. ഈസാ നബിയുടെ കാലത്ത് ജന്മദിനം ആഘോഷിച്ചില്ല. ഈസാ നബിന്റെ 2-ാം നൂറ്റാണ്ടിൽ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. 3-ാം നൂറ്റാണ്ടിൽ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. പക്ഷേ ജന്മദിനം ആഘോഷിക്കപ്പെടാൻ കാരണം പറയുന്നത് റോമയിലെ രാജാവ് ക്രിസ്തുമതം സ്വീകരിച്ചു. അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് പല അനാചാരങ്ങളും അവരവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു. അഥവാ സ്ത്രീത്വ സിദ്ധാന്തം, അതുപോലെ തന്നെ പലതും അവർ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നതിൽ ഒരു കാര്യമാണെങ്കിൽ ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിക്കണം എന്ന ഒരു ആശയം കൊണ്ടുവരുന്നു. ആ ആശയം കൊണ്ടുവന്നപ്പോൾ ആദ്യം മാർച്ചിൽ ആഘോഷിച്ചു, പിന്നെ ജനുവരിയിൽ ആഘോഷിച്ചു, പിന്നെ അവസാനം അവർക്ക് മനസ്സിലായി ഡിസംബറിൽ ആഘോഷിക്കാണ് നല്ലത്. നോക്കണം, ഡിസംബർ മാസത്തിൽ ഒരിക്കലും ഈസാ നബി ജനിച്ചിട്ടില്ല എന്ന ചരിത്രകർമ്മങ്ങൾ തെളിയിക്കപ്പെട്ട കാര്യമാണ്. കാരണം ഈസാ നബി ജനിക്കാൻ സാധ്യതയില്ലാത്ത യാതൊരു സാധ്യതയില്ല ഡിസംബർ മാസം. നോക്കണം, ആ ഡിസംബർ മാസത്തിൽ ഈ പ്രവാചകന്റെ ജന്മദിനം ലോകത്തിലെ വലിയൊരു സമൂഹം ആഘോഷിക്കപ്പെടുന്നു. അതുപോലെ തന്നെ അല്ലേ മുസ്ലിങ്ങൾക്കുണ്ടായത്? ഇസ്ലാമിക ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെടാത്ത കുറെ കാര്യങ്ങൾ. അതിൽപ്പെട്ട ഒന്നാണ് നബി കൃത്യമായി ജനിച്ചത് എപ്പോഴാണ് എന്ന ഡേറ്റ്. മുസ്ലിം സമുദായത്തിൽ ഏകാഭിപ്രായമില്ല. റബീഉൽ അവ്വൽ മാസത്തിൽ 12 എന്ന് പറയുന്നു എന്നല്ലാതെ കൃത്യമായി കാരണം അതിന്റെ ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൃത്യമായി രേഖപ്പെടുത്തപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ആ ജന്മദിനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല അദ്ദേഹം ഓർക്കപ്പെടുന്നത്. അദ്ദേഹം ഓർക്കപ്പെടുന്നത് വിണ്ണിലും മണ്ണിലുമുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനവും അദ്ദേഹത്തിന്റെ പ്രത്യേകതയും അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ ലോകത്തിലുള്ള പ്രശസ്തിയുടെയും അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം സഹോദരങ്ങളെ, പലപ്പോഴും അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും ക്രിസ്ത്യാനികൾ പോകാൻ തന്നെ കാരണം ഞാൻ പറഞ്ഞു. റോമക്കാര് അവിടെ ഉണ്ടായിരുന്ന പല ദേവീ ദേവന്മാർക്ക് ആഘോഷങ്ങൾ, ജന്മദിനം ആഘോഷിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഈസാ നബിക്ക് വേണമെന്നവർ പറഞ്ഞു. ഇതന്നെയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരുവിന് പോലും ജന്മദിനമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജന്മദിനമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഈ അവസ്ഥയിൽ ബന്ധപ്പെട്ടത്. നമ്മൾ നേരെ മാറി ചിന്തിച്ചു, നേരെ ഇവരെ ചിന്തിച്ചു നോക്കുക. ഈ ശ്രീനാരായണ ഗുരു അതുപോലെ തന്നെ മഹാത്മാഗാന്ധി എത്ര തന്നെ വലിയ ആളുകളായാലും ഈ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും 5 ഒരു അംശത്തിന് അവർക്ക് അർഹതയുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിൽ ബിംബങ്ങളുണ്ടെങ്കിൽ, അവർക്ക് കട്ടൗട്ടുകൾ ഉണ്ടെങ്കിൽ, അവർക്ക് ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ, അവർക്ക് പിറന്നാളുകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പിറന്നാളും ചിത്രവും വേണമെന്ന് പറയുന്നത് പോലെയുള്ള വിഡിത്തല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, എല്ലാവിധ അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും മുക്തമാവുക എന്നുള്ളതും അതുപോലെ തന്നെ പുതിയ ആചാരങ്ങൾ സ്വീകരിക്കാതെ ശുദ്ധ ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതും ഒരു മുസ്ലിമായ ഒരു മനുഷ്യന്റെ വലിയ ബാധ്യതയാണ്. അതുകൊണ്ട് എന്താണ് പ്രവാചകൻ, പ്രവാചകന്റെ പ്രസക്തി ഏതിലാണ്, എങ്ങനെയാണ് പ്രവാചക സ്നേഹം ഇവിടെ പ്രകടിപ്പിക്കപ്പെടേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കുന്ന അത് കൃത്യമായി ധാരണയുള്ള ആളുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇതുപോലെ